ഹലോ ഗൈസ്, അപ്പോൾ സമൂസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിലോട്ട് വന്ന് മസാല ഇന്നലെ ഉണ്ടാക്കി വെച്ചായിരുന്നു. ദാണ്ട കിടക്കുന്നു. സമൂസ ലീഫ് ചീത്തയായിപ്പോയി. അങ്ങനെ പിന്നെ മസാല എടുത്ത് മോമോ നേരെ അങ്ങോട്ട് മിക്സിയിലോട്ട് ഇട്ടിട്ടൊന്ന് പറ അടിച്ചെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനപ്പം മോമോനോട് ഓക്കെ പറഞ്ഞു. അപ്പം മോമോ ആ മസാല ഫുൾ ഇട്ടിട്ട് ഇന്നലത്തെ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ചിക്കന് വേണ്ടി ഒത്തിരി ചില്ലി ഫ്ലേക്സ് അരച്ചായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ചില്ലി ഫ്ലേക്സ് ഉണ്ടായിരുന്നു, അതെടുത്തിട്ടു. ഇട്ടതിന് ശേഷം മോമോ ഒന്ന് അടിച്ചെടുത്തു. അത് കഴിഞ്ഞപ്പോൾ ദാണ്ട് ഇങ്ങനെ നല്ലൊരു മാവ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ മസാല തലേ ദിവസം ഉണ്ടാക്കി വെച്ചായിരുന്നു, ആ ഒരു ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആ ഒരു അരച്ച് വെച്ച ആ ഒരു മിക്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ മൈദയുടെ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് നമ്മളിവിടെ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് മൈദയുടെ പൗഡർ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഒന്ന് ചപ്പാത്തി പരുവത്തിലാക്കിയെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ ചീനിച്ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ നല്ലോണം പോയി കഴിയുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച ബാറ്റർ ഒന്ന് പിടിച്ചിട്ട് ഒരു ഉഴുന്നുവടയുടെ ഷേപ്പിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമുക്ക് 2-3 ഇതാക്കിയിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പം മോമോ അത് നല്ലോണം ഒന്ന് അഴിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം ആ ഒരു സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മോമോ ഇങ്ങനെ ഷേപ്പ് ബൈ ഷേപ്പ് ആക്കി വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് എണ്ണയിലിട്ട് പൊരിച്ച് എടുക്കാം ഗൈസ്. അങ്ങനെ നമ്മുടെ ഒരെണ്ണം നമ്മളിവിടെ ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ഇട്ടു പൊരിച്ചു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വറുത്ത് കോരിയെടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത് കറക്റ്റ് കോരിയെടുത്തപ്പോൾ ഒരു ഉഴുന്ന് വടയിൽ നമ്മുടെ അൽബൂരിയുടെയൊക്കെ ആ ഒരു ഉഴുന്നുവടയ്ക്ക് ഇത്രയും കളറ് അങ്ങനെ വരുന്ന ഞാൻ കണ്ടിട്ടില്ല. ഉഴുന്നുവട കുറച്ചുകൂടി ലൈറ്റ് കളറാണ്. ഇത് കറക്റ്റ് അൽബൂരി പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് ഗൈസ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ മോമ അടുത്തത് നമ്മുടെ ബോൾ ബൈ ബോളായിട്ട് ഇടാമെന്ന് വിചാരിച്ചു, കാരണം ഇത് കട്ടിയുണ്ടോ എന്നറിയില്ലല്ലോ, ചൂടാറാണ്ട് തിന്നാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് മോമ ഇങ്ങനെ ബോൾസായിട്ട് ചുമ്മാ നമ്മളിങ്ങനെ ഓരോ ഉണ്ടയായിട്ട് എടുത്തിടുന്ന പോലെ അങ്ങനെ മോമ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വെന്ത് വരുന്നതനുസരിച്ച് നമ്മളിങ്ങനെ നമ്മുടെ പാത്രത്തിലേക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇതാകുന്നുണ്ട്. അപ്പോൾ എണ്ണ താഴോട്ട് ഇതാവും. നമുക്ക് അധികം ഓയിൽ നമ്മൾ ആ കഴിക്കുന്ന ഫുഡിൽ വരത്തില്ല. അങ്ങനെ ഞാനാണെങ്കിൽ കാസ്ട്രോളിനകത്ത് ആക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നിക്കൂച്ചൻ വൈകിട്ട് വന്നപ്പോൾ സോസ് മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് നമ്മുടെ സോസിൽ അങ്ങോട്ട് മുക്കി ഞെക്കിയിട്ട് പിഴിഞ്ഞിട്ട് എൻ്റെ സോസിൽ നിന്ന് കൈ വിട്ടുപോയി. എന്നിട്ട് സോസിൽ നിന്ന് എടുത്തിട്ട് നല്ല രുചിയാണ്. ഇത് കാണുമ്പോൾ തന്നെ കൊതി വരുന്നു. കാരണം അപ്പം നമുക്ക് നിക്കൂച്ചനോട് അഭിപ്രായം ചോദിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റി ഇതുപോലെ സ്പെഷ്യൽ റെസിപ്പി ട്രൈ ചെയ്യാൻ നോക്കുക. നമ്മളെപ്പോഴും വെറൈറ്റി പിടിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.